കാറ്റത്ത് കിളിക്കൂടിൻ്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അങ്ങനെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ സുധീഷ് തോമസ് ചേട്ടനുമൊത്ത് ബാറിലിരുന്ന് മദ്യപിക്കുകയാ. അവന്റെ നിർത്താതെയുള്ള കുടി കണ്ട് തോമസ് ചേട്ടൻ അവനെ ഉപദേശിക്കുന്നുണ്ട്. എടാ, സൂക്ഷിച്ചു കുടിക്കടാ, ഇതൊന്നും നിനക്ക് പതിവില്ലാത്തതല്ലേ, പതിയെ കുടിച്ചാൽ മതിയെന്നൊക്കെ. അതുകൾക്ക് സുധീഷും പറയുന്നുണ്ട്, ഒന്ന് പോ തോമസ് ചേട്ടാ, ജീവിതം തന്നെ പോയി കിടക്കുക. ഇവിടിപ്പോ ഞാൻ മദ്യപിച്ച് ബോധം കെട്ട് വീണാലും ആര് ചോദിക്കാനായെന്ന്. വീണ്ടും അവന്റെ നിർത്താതെയുള്ള കുടി കണ്ട് 1 മാസത്തിനുള്ളിൽ ലൈസൻസ് കിട്ടില്ലേ, പിന്നെ വണ്ടി ഓടിച്ച് ക്യാഷ് ഉണ്ടാക്കാലോ. വൈഫിനെയും നല്ലപോലെ നോക്കാമെന്ന് തോമസ് ചേട്ടൻ പറയേ. വൈഫോ? ആര്? നിധിയോ? നിങ്ങളാണ് അവളെന്റെ വൈഫ് എന്ന് പറയുന്നത്. അവൾക്ക് എന്നെ ഒരു വിലയുമില്ല. ആ ടെൻഷനിൽ ജോലിക്ക് വന്നാലോ? തോമസ് ചേട്ടനും എനിക്കൊരു വിലയും തരില്ല, ജോലിയില്ല, പുറത്തു പോയെന്ന് വിളിച്ചു പറയും. നിങ്ങൾക്കും എന്നെ ഇഷ്ടമല്ല, അവൾക്കും എന്നെ ഇഷ്ടമല്ല, ജോലിയുമില്ല, കയ്യിൽ ക്യാഷുമില്ല, എവിടെയും ഒരു വിലയുമില്ല എന്ന് പറഞ്ഞ് സുധീഷ് വീണ്ടും ക്ലാസ്സിൽ മദ്യമൊഴിച്ച് കുടിക്കുകയാ. അങ്ങനെയൊന്നും ഇല്ലടാന്ന് തോമസ് ചേട്ടൻ പറയുന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാ. തോമസ് ചേട്ടൻ ഒരു കാര്യം അറിയോ, നിധി എന്നോട് സംസാരിക്കാറില്ല, പക്ഷേ വീട്ടിലുള്ള എല്ലാവരോടും സ്നേഹത്തോടെയാ സംസാരിക്കാറ്. സുഭാഷ് ഏട്ടൻ അവളെ അനിയത്തിയായാ കാണുന്നത്. അവൾക്കും സുഭാഷ് ഏട്ടൻ കൂടെ പിറക്കാതെ പോയ ഒരു ഏട്ടനാണ്. അവർ തമ്മിലുള്ളൊരു സ്നേഹം തോമസ് ചേട്ടനൊന്ന് കാണണം. എന്റെ ഇളയ അനിയനില്ലേ, അവൻ നിധിയെ അമ്മയെപ്പോലെയാ കാണുന്നത്. ആ ഹരീഷില്ലേ, അവനെയും അവൾക്ക് വലിയ കാര്യമാ. പക്ഷെ എന്നെ അവൾക്ക് കണ്ണെടുത്ത കണ്ടുകൂടാ. അവളോടൊന്ന് സംസാരിക്കാൻ ചെന്നാ എന്നെ വിരട്ടി ഓടിക്കും, നിർത്തി അങ്ങ് അപമാനിക്കും. ഞങ്ങളുടെ അച്ഛനില്ലേ, അയാൾ പറയുകയാ, നിധി ഇങ്ങനെ ഈ വീട്ടിലെ ഒരു പെൺകുട്ടിയായി മാറിയാ പിന്നെ സുഭാഷ് ഏട്ടനും അനിയന്മാരും ചേർന്ന് അവളെ വേറൊരുത്തന് കല്യാണം കഴിച്ചു കൊടുക്കുമെന്ന്. അതും കൂടി കേൾക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ലെന്ന് പറഞ്ഞ് സുധീഷ് ബ്രാൻഡി കുപ്പിയോടെ എടുത്തു കുടിക്കുകയാ. തോമസ് ചേട്ടനും അവന്റെ കയ്യിൽ നിന്ന് കുപ്പി പിടിച്ചു വാങ്ങിവെച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അക്കാര്യമോർത്ത് നീ എന്തിനാ ടെൻഷൻ ആവുന്നത്? നിധി നിന്റെ ഭാര്യയല്ലേ, അവളെ എങ്ങനെ വേറൊരുത്തന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റും? നീ കുടിച്ചത് കുറച്ച് കൂടിപ്പോയി, അതാ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നതെന്ന് തോമസ് ചേട്ടൻ പറയേ. തോമസ് ചേട്ടന് സത്യം എന്താണെന്ന് അറിയാഞ്ഞിട്ടാ. ഞങ്ങൾ തമ്മിലുള്ള കല്യാണത്തെ അവൾ കല്യാണമായി ഇതുവരെ കണ്ടിട്ടേ ഇല്ല എന്നവൻ സങ്കടത്തോടെ പറയേ. എന്താടാ സുധീഷ നീ പറയുന്നത്? നിങ്ങൾ ലവ് ചെയ്ത് കല്യാണം കഴിച്ചവരാണെന്നല്ലേ പറഞ്ഞത്? നിധി നിന്നെ തന്നെ കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി പോന്നതാണെന്നല്ലേ പറഞ്ഞത് എന്നൊക്കെ തോമസ് ചേട്ടൻ സംശയത്തോടെ ചോദിക്കേ. അതെല്ലാം കള്ളമായിരുന്നു തോമസ് ചേട്ടാ. എല്ലാം കള്ളമായിരുന്നെങ്കിലും ചെറിയൊരു സത്യവും അതിലുണ്ട്. നിധി ആ കല്യാണം കല്യാണമായി കണ്ടിട്ടേ ഇല്ല, പക്ഷേ എന്റെ മനസ്സിൽ ആ കല്യാണം എന്റെ യഥാർത്ഥ കല്യാണമായിരുന്നു എന്നൊക്കെ സുധീഷ് പറയേ. എന്താ സുധീഷ് നീ പറയുന്നത്? മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയെ പറ എന്ന് തോമസ് ചേട്ടനും. അറിയില്ലേ തോമസ് ചേട്ടന്? തോമസ് ചേട്ടനല്ലേ എന്നെ നിധിയുടെ വീട്ടിലേക്ക് വണ്ടി ഓടിക്കാനായി വിട്ടത് എന്നവൻ ചോദിക്കേ. അതെ, ആ പെൺകുട്ടിയുടെ കല്യാണമായിരുന്നു. അപ്പോ കല്യാണ തിരക്കിൽ വണ്ടി ഓടിക്കാനായി ഒരു ഡ്രൈവറെ വേണമെന്ന് അവർ പറഞ്ഞു എന്ന് തോമസ് ചേട്ടൻ പറയേ. അത് കറക്റ്റ്, പക്ഷേ നിധിക്ക് ആ കല്യാണം ഇഷ്ടമല്ലായിരുന്നു. പെട്ടെന്ന് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. തിരുവനന്തപുരത്തേക്ക് അവളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചു. എനിക്കാണെങ്കിൽ അവളെ കണ്ടപ്പോൾ തൊട്ടേ ഇഷ്ടമായിരുന്നു. നമുക്കിഷ്ടമുള്ളൊരു പെൺകുട്ടി നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കണ്ടേ. അങ്ങനെ ഞാൻ രാത്രിക്ക് രാത്രി തന്നെ അവളെയും കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ആ യാത്രക്കിടയിൽ വഴിയിൽ വെച്ച് അവളുടെ അച്ഛനും ചേട്ടനും ഞങ്ങളെ പിന്തുടർന്നു വന്നു. അവരിൽ നിന്ന് രക്ഷപ്പെടാനായി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറി എന്ന് തുടങ്ങി നിധിയെ കള്ളം പറഞ്ഞ് കല്യാണം കഴിച്ച കാര്യങ്ങളടക്കം സുധീഷ് തോമസ് ചേട്ടനോട് വിവരിക്കുകയാ. എല്ലാം കേട്ടുകഴിഞ്ഞ് തോമസ് ചേട്ടനും ചോദിക്കുന്നുണ്ട്, എടാ മഹാബാബി, എന്താ ഇത്രകാലം ഇത് എന്നിൽ നിന്നും മറച്ചു വെച്ചതെന്ന്. എല്ലാം ഒരു വിശ്വാസമായിരുന്നു തോമസ് ചേട്ടാ. കുറച്ചു കാലം കഴിയുമ്പോൾ അവൾക്ക് എന്നോട് ലവ് തോന്നുമെന്ന് വിചാരിച്ചു. ഈ 4 മാസത്തിനിടയ്ക്ക് അവളോട് അടുക്കാനായി ഞാൻ എത്രമാത്രം ശ്രമിച്ചുവെന്നറിയാമോ? ഒന്നടുത്ത് വരുമ്പോഴേക്കും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. വീണ്ടും ഞങ്ങൾ പഴയപടി തന്നെ. എന്തിനേറെ പറയുന്നു, നിധിക്ക് ആഗ്രഹിച്ച് ഒരു സ്കൂട്ടി വാങ്ങിക്കൊടുത്തു. പക്ഷെ അവൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ അവളെ പഠിപ്പിച്ചു കൊടുക്കുന്നതിനിടയിൽ എന്റെ പ്രണയവും വർക്കൗട്ട് ആക്കാമെന്ന് കരുതിയതാ. ഞാൻ അവളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടെന്ന് അവൾ പറഞ്ഞു. എന്റെ ചെറിയ അനിയനില്ലേ നികേഷ്, അവനാണ് അവളെ ഇപ്പൊ പഠിപ്പിക്കുന്നത്. എന്റെ ഒരു അവസ്ഥ നോക്കിയേ. ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുന്ന എന്നെ നിങ്ങളും ഇൻസൾട്ട് ചെയ്ത് പുറത്താക്കി. എനിക്ക് തോമസ് ചേട്ടനോട് നല്ല ദേഷ്യമുണ്ടെന്ന് സുധീഷ് പറയേ. എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നടാ. നീ കല്യാണം കഴിച്ച് സന്തോഷമായി ജീവിക്കുകയാണെന്നാ ഞാൻ കരുതിയത്. അന്ന് നിന്നെ സ്റ്റേഷനിൽ നിറക്കാൻ നിധിയും കൂടി സ്റ്റേഷനിലേക്ക് വന്നിരുന്നല്ലോ. നീ പുറത്തിറങ്ങുന്നത് വരെ അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. സ്വന്തം ഭർത്താവിനോടുള്ള സ്നേഹമാണെന്നാ ഞാനും കരുതിയത് എന്ന് തോമസ് ചേട്ടൻ പറയേ. എന്താ തോമസ് ചേട്ടാ നിങ്ങൾ ഈ പറയുന്നത്? എന്നെ അവളൊരു മനുഷ്യനായി പോലും കാണുന്നില്ല, പിന്നെങ്ങനെ അവൾ എന്നെ ഭർത്താവായി കാണും? വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ തോമസ് ചേട്ടാ എന്ന് സുധീഷും. അത് കേൾക്കെ തോമസ് ചേട്ടനും ചോദിക്കുക, നിങ്ങളുടെ കല്യാണം നിയമപരമായി നടന്നതല്ലേ? ഇത്ര കാലമായിട്ടും അവൾ നിന്റെ വീട്ടിലല്ലേ താമസിക്കുന്നത്? ഈ നാട്ടുകാർ മുഴുവൻ അവളെ നിന്റെ ഭാര്യയായിട്ടാ കാണുന്നത്. നീ അവളുടെ ഭർത്താവല്ലെന്ന് അവളും ആരോടും എതിർത്തു പറയുകയുമില്ല. നിന്നോട് ചെറിയൊരു ഇഷ്ടമെങ്കിലും ഉള്ളതുകൊണ്ടല്ലേ അവൾ ആ വീട്ടിൽ തന്നെ നിൽക്കുന്നത്.
ഉറപ്പായും അവൾക്ക് നിന്നെ ഇഷ്ടമാ. നീ അവളെ കല്യാണം കഴിച്ചതല്ലേ, പിന്നെ ഇനി എന്തിനാ കാത്തു നിൽക്കുന്നത്? അവളുടെ കൂടെ ഭർത്താവായി ജീവിച്ചൂടെ എന്ന് തോമസ് ചേട്ടന്റെ ചോദ്യം കേൾക്കെ, അത് വിട് തോമസ് ചേട്ടാ, അവളെന്നെ ഭർത്താവായി കാണുന്നേയില്ല എന്ന് സുധീഷും. സുധീഷേ, നിന്റെ ഈ ചിന്ത തെറ്റാണ്. പെണ്ണുങ്ങളെല്ലാം അങ്ങനെ തുറന്നു പറയാറില്ല. നമ്മൾ ചില വിഷയങ്ങൾ കണ്ടറിഞ്ഞങ്ങ് ചെയ്യണം. അന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിന്നെ പുറത്തിറക്കുന്നത് വരെ അവളുടെ ടെൻഷൻ കാണണമായിരുന്നു. സ്വന്തം ഭർത്താവിനെ കരുതിയുള്ള ടെൻഷൻ അല്ലാതെ പിന്നെന്താ അത്? ഇതാണ് ശരിയായ സമയം. നീ ധൈര്യത്തോടെ അവളുടെ റൂമിലേക്ക് ചെന്ന് ഞാനാണ് നിന്റെ ഭർത്താവെന്ന് പറയണം. ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ ധൈര്യത്തോടെ സംസാരിക്കുന്ന ആണുങ്ങളെയാണ് ഇഷ്ടം. നീ ഇനിയും അവളുടെ ഇഷ്ടത്തിനു വേണ്ടി കാത്തിരുന്ന നിനക്ക് തന്നെയാവും നഷ്ടം. അവൾ ജോലിക്കൊക്കെ പോകുന്നതല്ലേ, അവിടെ പല ആണുങ്ങളുമായും ഇടപഴകുകയും സംസാരിക്കുകയും ചെയ്യും. അവരെല്ലാം നിന്നെ പോലെ ധൈര്യമില്ലാത്തവരാവില്ല. അക്കാര്യം കൂടെ ഒന്ന് ഓർത്തേക്കണം. നിന്റെ കാര്യം കഷ്ടത്തിലാവും, വേറൊന്നും പറയാനില്ലെന്ന് തോമസ് ചേട്ടൻ പറയേ സുധീഷിനും ആകെ ടെൻഷനാവുകയാ. അങ്ങനെ സുധീഷ് കുടിച്ചില്ലൊക്കെ കേട്ട് വീട്ടിലേക്ക് എത്തുകയാ. എല്ലാവരും ഡോർ അടച്ച് കിടന്നു കഴിഞ്ഞിരുന്നു. ഉമ്മറത്തെ കട്ടിലിൽ അച്ഛനും കിടപ്പുണ്ട്. തളർച്ചയോടെ സുധീഷ് ഉമ്മറത്തേക്ക് ഇരിക്കുമ്പോഴേക്കും ഉറക്കത്തിൽ നുണർന്ന അച്ഛനും സുധീഷിനെ കണ്ട്, എന്താടാ സുധീഷേ ഇവിടെ തന്നെ ഇരിക്കുന്നത് എന്നൊക്കെ ചോദിക്കെ മിണ്ടാതിരിക്കുന്ന സുധീഷും പറയുന്നുണ്ട്. അത് കേൾക്കെ അച്ഛനും ഞാനൊന്നും മിണ്ടുന്നില്ല, പക്ഷേ നിന്നെ കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു എന്ന് പറയേ, നിങ്ങൾ അതൊന്നും നോക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കുന്ന സുധീഷും. എടാ, ഞാൻ വീണ്ടും പറയുക, നിന്റെ ചേട്ടനോ അനിയന്മാർക്കോ നിന്നെ പറ്റി യാതൊരു വിചാരവുമില്ല. നീ നന്നായിരിക്കണമെന്ന് ഇവിടെയുള്ള ഒരുത്തനും ഒരു ചിന്തയുമില്ല. ആ നിധി വീട്ടിലേക്ക് വന്ന അന്ന് തൊട്ട് നിന്റെ ഭാര്യയായിട്ടാണോ അവർ കാണുന്നത്? അവരുടെ അനിയത്തി പോലെയല്ലേ? നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സന്തോഷത്തോടെ കഴിയണമെന്ന ആഗ്രഹം ഇവിടെയുള്ള ഒരുത്തനുമില്ല. നീ കല്യാണം കഴിച്ച അവൾ നിന്നെ സ്നേഹിച്ചല്ല ഇവിടെ കഴിയേണ്ടത് എന്നച്ഛൻ്റെ ചോദ്യം കേൾക്കെ, വെറുതെ എന്തിനാ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാനിതെല്ലാം കാണുന്നതല്ലേ എന്ന് സുധീഷൻ ചോദിക്കുന്നുണ്ട്. ഈ ലോകത്തിലുള്ള എല്ലാവരും ഇഷ്ടപ്പെട്ട കല്യാണമല്ലോ കഴിക്കുന്നത്. വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം അവൾക്ക് ഇഷ്ടമില്ലാതെ പോയി. ഈ കല്യാണം നടന്നതിനു ശേഷം കുറച്ചുനാൾ ഇഷ്ടമാവുമോ ഇല്ലയോ എന്നൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കി. മറ്റുള്ളവരാണെങ്കിൽ ഇതിനോടകം ഒരു കുട്ടിയും ഉണ്ടായി സന്തോഷത്തോടെ കഴിഞ്ഞേനെ. നീ അങ്ങനെയാണോ? നീ തനിയെ ഉറങ്ങുന്നു, നിധി നിധി എന്ന് വിളിച്ച് അവളുടെ പുറകെ പട്ടിയെ പോലെ നടക്കുന്നു. എങ്ങനെയൊക്കെയാണോ വേണ്ടത്? നീ താലി കെട്ടിയ നിന്റെ ഭാര്യയല്ലേ അത്? കല്യാണം എങ്ങനെ നടന്നാലും നിയമപരമായി അവൾ നിന്റെ ഭാര്യയല്ലേ? ഇങ്ങനെ ഒതുങ്ങിക്കൂടി ജീവിക്കാനാണ് ഭാവമെങ്കിൽ ഒരു പെൺകുട്ടിക്കും നിന്നെ ഇഷ്ടമാവില്ല. നീ നിന്റെ പണി നോക്കെന്ന് പറഞ്ഞ് അവരങ്ങ് ഇറങ്ങിപ്പോവും എന്നൊക്കെ അച്ഛൻ പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ, നിങ്ങളോടിപ്പോ ആരെങ്കിലും ഉപദേശം ചോദിച്ചോ എന്ന് ചോദിക്കേ, ഞാൻ നിന്നെ ഉപദേശിക്കാൻ വന്നതൊന്നുമല്ല. നിനക്ക് നല്ലത് പറഞ്ഞു തരാൻ ഈ വീട്ടിൽ വേറെ ആരുമില്ല. അതുകൊണ്ടാ ഓരോന്ന് പറയുന്നത്. അവൾ ഈ വീട്ടിൽ നിന്റെ ഭാര്യയായിരിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ ഒരാണത്തമുള്ളവനായിരിക്കണം. നീ ഇങ്ങനെ നിധി നിധി എന്ന് വിളിച്ച് ഏതുനേരവും അവളുടെ പുറകെ നടക്കാനാണ് ഭാവമെങ്കിൽ അവളും അവളുടെ ഇഷ്ടത്തിനങ്ങ് പോവും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയെല്ലാം നിന്റെ ഇഷ്ടം എന്നച്ഛൻ പറയേ. പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ, ഇനി മിണ്ടാതെ ഉറങ്ങാൻ നോക്കുന്ന സുധീഷൻ ദേഷ്യത്തോടെ പറയുകയാ. എനിക്കിതിന്റെ ആവശ്യമെന്താ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, നിനക്ക് കേൾക്കാം കേൾക്കാതിരിക്കാം. നിന്റെ തലയിലെടുത്ത് നീ അനുഭവിക്ക് എന്ന് പറഞ്ഞ് അച്ഛൻ കട്ടിലേക്ക് കിടക്കുകയാ. സുധീഷിന്റെ മനസ്സിലപ്പോൾ തോമസ് ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. എടാ, നീ അവളെ നിയമപരമായി കല്യാണം കഴിച്ചതല്ലേ, ഇനി എന്തിനു താമസിക്കണം? അവളുടെ കൂടെ ഒരു ഭർത്താവായി ജീവിക്കേ. ആണത്തത്തോടെ അവളുടെ റൂമിലേക്ക് കയറി ചെന്ന് ഞാൻ നിന്റെ ഭർത്താവാണെന്ന് പറ എന്ന തോമസ് ചേട്ടന്റെ വാക്കുകളും, നിയമപരമായി അവൾ നിന്റെ ഭാര്യയല്ലേ, രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ച് ഒരു കുഞ്ഞൊക്കെ ഉണ്ടാവേണ്ടേ എന്നൊക്കെ അച്ഛൻ പറഞ്ഞത് മുറുകെ സുധീഷ് ധൈര്യത്തോടെ അവിടെ എഴുന്നേറ്റ് വാതിൽ തള്ളി തുറന്ന് തളത്തിലേക്ക് കയറി ഉറങ്ങിക്കിടക്കുന്ന സുഭാഷേട്ടനെയും അനിയന്മാരെയും ഉണർത്താതെ നിധിയുടെ റൂമിനടുത്തേക്ക് ചെല്ലുകയാ. നിധി തന്നെ ഓരോ നിമിഷവും അപമാനിച്ച രംഗങ്ങളെല്ലാം സുധീഷിന്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാ. അതോർക്കെ അവൻ ധൈര്യത്തോടെ നിധിയുടെ റൂമിന്റെ ഡോർ തുറന്ന് അകത്തേക്ക് കയറുകയാ. അവിടെ കട്ടിലിൽ കിടന്ന് നല്ല ഉറക്കത്തിലായിരുന്ന നിധിയെ നോക്കി അവൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. നിധി നിന്റെ ഭാര്യയാണ്, അവളുടെ മേൽ നിനക്ക് എല്ലാ അധികാരവുമുണ്ട്. ഒരു ഭർത്താവ് എന്ന അധികാരം നീ കാണിക്കാത്തിടത്തോളം അവൾ നിന്റെ ഭാര്യയായി ജീവിക്കാൻ പോകുന്നില്ല. നീ ഒരു ഭർത്താവിന്റെ അധികാരം കാണിക്കേ എന്നൊക്കെ മനസ്സിന് ധൈര്യം കൊടുത്ത് അവളുടെ അടുത്തേക്ക് നടന്നു ചെല്ലേ. വീണ്ടും ഒരു നിമിഷം പതർച്ചയോടെ നിൽക്കുകയാ സുധീഷ്. വേറൊന്നും ആലോചിക്കില്ലേ സുധീഷേ? അയാൾ പറഞ്ഞതുപോലെ ഇനിയും നീ ഭർത്താവ് എന്ന അധികാരം കാണിച്ചില്ലെങ്കിൽ നിധി നിന്നെ വിട്ടു പോവും. നിനക്ക് നിധിയെ ഇഷ്ടമല്ലേ? അവൾ നിന്റെ ഭാര്യയല്ലേ? പിന്നെ നീ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ മനസ്സിന് ധൈര്യം പകർന്ന് നിധിയുടെ അരികിൽ ബെഡിലേക്ക് കിടക്കുകയാ. അതിനിടയിൽ ഉറക്കമുണരുന്ന നിധിയും കട്ടിലിൽ കിടക്കുന്ന സുധീഷിനെ കണ്ട് ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ്, എന്താ സുധീഷേ, എന്താ ഈ കാണിക്കുന്നതെന്ന് ചോദിക്കേ. സുധീഷും കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കൊണ്ട്, എന്തിനാ ബഹളം വെക്കുന്നത്? ഞാൻ വേറെ ആരുമല്ലല്ലോ, നിന്റെ ഭർത്താവല്ലേ, നമ്മളുടെ കല്യാണം കഴിഞ്ഞതല്ലേ. ഞാൻ പിന്നെന്തിനെ പുറത്തു കിടന്നുറങ്ങണം? ഇനി മുതൽ ഞാൻ ഇവിടെയാ ഉറങ്ങുന്നത്. ഇനി സുഭാഷേട്ടന്റെയും അനിയന്മാരുടെയും കൂടെ തളത്തിൽ കിടന്നുറങ്ങാൻ വയ്യ
ഞാൻ ഇവിടെ നിധിയുടെ കൂടെ ഈ റൂമിലാണ് ഉറങ്ങാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞവൻ വീണ്ടും കട്ടിലേക്ക് കിടക്കെ നിധിയും ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റ് റൂമിൽ ലൈറ്റ് എല്ലാം ഇട്ട് ഈ റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. സുധീഷും എഴുന്നേറ്റ് ഞാൻ എന്തിനു പോണം എന്ന് ചോദിക്കേ പുറത്തിറങ്ങി പോവാനല്ലേ പറഞ്ഞത് എന്ന് നിധിയും ഞാൻ എന്തിനു പോണം, എപ്പോ നോക്കിയാലും എന്നെ ഓടിച്ചു വിട്ടുകൊണ്ടേയിരിക്കും എന്നവൻ വീണ്ടും പറയേ റൂമിൽ നിന്ന് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞതെന്ന് നിധി വീണ്ടും പറയുന്നുണ്ട്. പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ ഉറങ്ങും. നീ എന്ത് ചെയ്യും? ഈ റോഡിലൊക്കെ കാണുന്നവരെ ആട്ടി ഓടിക്കുന്ന പോലെ ആട്ടി ഓടിക്കുന്നു. ഞാൻ നിന്റെ ഭർത്താവാ. ഭർത്താവ് ഭാര്യയുടെ കൂടെ റൂമിൽ കിടക്കാതെ വേറെ എവിടെ പോയി കിടക്കും? ഞാൻ പോവില്ല എന്ന് സുധീഷ് തീർത്തു പറയേ. സുധീഷ് എന്തു പറ്റി സുധീഷിന്? എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? പുറത്തിറങ്ങിപ്പോ പ്ലീസ് എന്ന് നിധി പറയുന്നുണ്ട്. അത് കേൾക്കെ സുധീഷും ആടിക്കുഴഞ്ഞവിടുന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും നിധി പേടിയോടെ പുറകിലേക്ക് മാറുകയാ. എന്താ നിധി മാറിപ്പോകുന്നത്? എന്നെ കണ്ട പിശാചിനെ പോലെ തോന്നുന്നുണ്ടോ? ഞാൻ 2 സ്റ്റെപ്പ് മുന്നിലേക്ക് വന്നാ നീ 4 സ്റ്റെപ്പ് പുറകിലേക്ക് പോകുന്നു. നീ എന്റെ ഭാര്യയാ. നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി കിടപ്പുണ്ട്. നിയമപരമായി നമ്മൾ 2 പേരും ഹസ്ബൻഡും വൈഫുമാണ്. ഞാൻ അടുത്തേക്ക് വരുമ്പോ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നോക്ക് നിധി, ഞാൻ ഇനി മുതൽ ഈ റൂമിലാണ് കിടക്കുന്നതെന്ന് സുധീഷ് പറയേ. എന്തൊക്കെയാ സുധീഷെ വിളിച്ചു പറയുന്നത്? ഒന്ന് പുറത്തിറങ്ങി പോയെന്ന് നിധി വീണ്ടും പറയുകയാ. പോവില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് സുധീഷ് പറയേ. എന്നാൽ ഞാൻ ഇറങ്ങി പോവാമെന്ന് പറഞ്ഞ് നിധി ഡോറിനടുത്തേക്ക് നടക്കുമ്പോഴേക്കും സുധീഷ് അവളെ പുറത്തേക്ക് പോകാൻ സമ്മതിക്കാതെ ഡോറിന് കുറുകെ ചാരി നിന്ന് നീയും പുറത്തു പോണില്ല എന്ന് പറയുകയാ. ആവശ്യമില്ലാതെ ഓരോന്ന് പറയാതെ മാറി നിൽക്കുന്ന നിധി പറയുന്നുണ്ടെങ്കിലും പറ്റില്ല നിധി എന്ന് സുധീഷും. വീണ്ടും അവൾ സുഭാഷ് ഏട്ടാന്ന് വിളിക്കേ. എന്ത് സുഭാഷ് ഏട്ടാന്ന്? ഞാനിപ്പോ എന്ത് ചെയ്തിട്ടാ നീ സുഭാഷ് ഏട്ടനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നെന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. വാതിൽ തുറക്കാൻ പറഞ്ഞില്ലേ എന്ന് നിധി പേടിയോടെ കരച്ചിലോടെ ചോദിക്കേ. തുറക്കാൻ പറ്റില്ലെന്ന് സുധീഷും. അത് കേൾക്കെ നിധിയും പേടിയോടെ സുഭാഷ് ഏട്ടാ വേഗം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഉറക്കെ നിലവിളിക്കുകയാ. അത് കേൾക്കെ സുധീഷും ദേഷ്യത്തോടെ ആ ഡോർ ലോക്ക് ചെയ്യുകയാ. അത് കാണാൻ നിധിയും പേടിയോടെ എന്തിനാ ഇപ്പൊ ഡോർ ലോക്ക് ചെയ്തേ എന്ന് ചോദിച്ച് വീണ്ടും സുഭാഷ് ഏട്ടനെ ഉച്ചത്തിൽ വിളിക്കുകയാ. സുഭാഷ് ഏട്ടാ ഒന്നിങ്ങോട്ട് വാ സുഭാഷ് ഏട്ടാ പ്ലീസ് സുഭാഷ് ഏട്ടാ എന്നൊക്കെയുള്ള അവളുടെ വിളികൾക്ക് ഉറക്കമുണർന്ന സുഭാഷും ബഹളമെല്ലാം കേട്ട് പെട്ടെന്ന് ഹരീഷിനെയും നികേഷിനെയും എല്ലാം വിളിച്ചുണർത്തുകയാ. എന്തു പറ്റിയെന്ന് ചോദിച്ച് അവൻ നിധിയുടെ റൂമിനരിയിലേക്ക് ഓടി ഡോറിൽ മുട്ടി. നിധി മോളെ നിധി വാതിൽ തുറക്കെന്ന് വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും എന്തു പറ്റിയെന്ന് ചോദിച്ച് ഹരീഷും നികേഷും അങ്ങോട്ടെത്തുകയാ. മോളെ നിധി എന്തു പറ്റി? ഡോർ എന്താ ലോക്ക് ചെയ്തിരിക്കുന്നേ എന്ന് സുധീഷ് ചോദിക്കെ. എന്തു പറ്റി എട്ടത്തിന്ന് നികേഷും പരിഭ്രമത്തോടെ വിളിക്കുന്നുണ്ട്. സുധീഷ് അകത്തു കയറി ഡോർ ലോക്ക് ചെയ്തു. എന്നെ പുറത്തു പോവാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് പേടിയാവുന്നു സുഭാഷ് ഏട്ടൻ എന്ന് പറഞ്ഞ് നിധി പൊട്ടിക്കരയുകയാ. എടാ സുധീഷെ വാതിൽ തുറക്കുന്ന സുഭാഷ് ഏട്ടനും സുധീഷ് ഏട്ടാ കഥക് തുറക്കുന്ന ഹരീഷും നികേഷും എല്ലാം വിളിക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ പോവാൻ നോക്കെന്ന് സുധീഷും വിളിച്ചു പറയുകയാ. വാതിൽ തുറക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കേ. തുറക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, ഇന്ന് 2-1 അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സുധീഷും ഡോറും ചാരി നിൽപ്പാ. ഡോറിൽ തട്ടി വിളിച്ച് സുഭാഷും ഹരീഷും നികേഷും എല്ലാം സുധീഷിനോട് ഡോർ തുറക്കാനായി പറയുന്നുണ്ട്. ബഹളമെല്ലാം കേട്ട് ഉറക്കത്തിൽ നിന്നുണർന്ന ഭാസ്കരനും എഴുന്നേറ്റ് ഉമ്മറ വാതിക്കൽ ചെന്ന് നോക്കി നിൽപ്പാ. സുധീഷും നിധിയോടായി ചോദിക്കുന്നുണ്ട്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ എപ്പോഴും സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ചോണ്ടിരിക്കും? നീ ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നൊക്കെ സുധീഷ് വെല്ലുവിളിക്ക് പേടിയോടെ സുഭാഷ് ഏട്ടാ കഥക് തുറക്കു സുഭാഷ് ഏട്ടാ എന്ന് നിധിയും വിളിച്ച് പറയുകയാണ്. അങ്ങനെയുള്ള വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ നിധി സുധീഷിനെ പിടിച്ചു തള്ളുമ്പോഴേക്കും അവൻ നിലത്തേക്ക് മറിഞ്ഞു വീഴുകയാ. അവൾ പെട്ടെന്ന് തന്നെ ഡോർ തുറക്കുമ്പോഴേക്കും സുഭാഷും ഹരീഷും നികേഷും എല്ലാം റൂമിനകത്തേക്ക് കയറുന്നുണ്ട്. അവൾ പരിഭ്രമത്തോടെ കരച്ചിലോടെ പറയുന്നുണ്ട്. സുധീഷ് റൂമിലേക്ക് വന്ന് എന്റെ അടുത്ത് കിടന്നു. പോവാൻ പറഞ്ഞിട്ടും കേട്ടില്ലെന്ന് അവൾ പറയേ. എന്താ സുധീഷ ഇത് എന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. സുധീഷ് നിലത്ത് നിന്ന് ആടിക്കുഴഞ്ഞെഴുന്നേൽക്കുമ്പോഴേക്കും എന്താടാ സുധീഷെ എന്താ ഈ ചെയ്തു വെച്ചേക്കുന്നതെന്ന് സുഭാഷ് ഏട്ടനും ചോദിക്കുന്നുണ്ട്. അതിത്ര വലിയ ഷോക്കായോ? ഞാനല്ലാതെ പിന്നെ അവളുടെ അടുത്ത് വേറെ ആരെ കിടക്കുക? ഞാനല്ലേ അവളുടെ ഭർത്താവ്. അവൾ പറയുന്നത് കേട്ട് എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നോ? അവളെ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ട് വന്നതാ. ഞങ്ങൾ 2 പേരും ഒരു റൂമിൽ കിടന്ന എന്താ എന്റെ ഭാര്യയല്ലേ അവൾ എന്ന സുധീഷിന്റെ ചോദ്യങ്ങൾക്ക് റൂമിൽ കയറിയത് തൊട്ട് ഇത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് നിധിയും. എന്താ നിധി വലിയ കംപ്ലൈന്റ് ഒക്കെ പറയുന്നത്? നിന്റെ ഭർത്താവായി ഞാൻ റൂമിൽ കയറുമ്പോ അയ്യോ സുഭാഷ് ഏട്ടാ രക്ഷിക്കണേ എന്ന് വിളിച്ചു പറയുന്നു എന്നവന്റെ ചോദ്യങ്ങൾക്ക് സുഭാഷും സുധീഷിനോടായി നിർത്തടാ, ഇത്ര വിവരമില്ലാതെ ആ പെൺകുട്ടിയോട് തട്ടിക്കയറുന്നു. ആ കുട്ടി പാവം പേടിച്ചു പോയത് കണ്ടില്ലേ എന്ന് സുഭാഷ് ചോദിക്കേ. അതാ ഞാനും ചോദിക്കുന്നത്. അവൾ എന്തിന് എന്നെ കണ്ട് പേടിക്കണം? അതിന് ഞാൻ അവളെ എന്താ ചെയ്തത്? ഞാൻ അവളുടെ അടുത്ത് പോയി കിടന്നു. അപ്പോഴേക്കും അയ്യോ സുഭാഷ് ഏട്ടാ രക്ഷിക്കണേ, അയ്യോ സുഭാഷ് ഏട്ടാ എന്ന് വിളിച്ചു പറയുകയാ. എന്നിട്ട് എന്നോട് വന്ന് ചോദ്യം ചെയ്യുന്നു. അവൾ എന്റെ ഭാര്യയാ, എനിക്കെന്താ അവളുടെ റൂമിൽ കിടക്കാൻ പാടില്ലേ? റൂമിൽ കിടക്കാൻ പാടില്ലെന്നാ ചോദിച്ചത് എന്ന് സുധീഷ് ചോദിക്കെ. സുഭാഷ് അവന്റെ കരണത്ത് ആഞ്ഞടിക്കുകയാ. കുടിച്ചിട്ട് വന്ന് വായി തോന്നിയത് വിളിച്ചു പറയുന്നു എന്ന് സുഭാഷ് ചോദിക്കെ. ഇപ്പൊ എന്തിനാ എന്നെ അടിച്ചത്? ഞാൻ വേറൊരാളുടെ വീട്ടിൽ പോയി അവരുടെ കൂടെ കിടന്നില്ലല്ലോ. എന്റെ വീടല്ലേ ഇത്, എന്റെ ഭാര്യയല്ലേ ഇവൾ. ഞാനും കൂടി ഈ റൂമിൽ കിടന്നുറങ്ങിയാൽ അവൾക്കെന്താ? ന്യായമായി പറഞ്ഞ
സുഭാഷ് ഏട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെ അവളുടെ മുന്നിൽ വെച്ച് എന്നെ അപമാനിക്കാൻ പാടില്ല. തെറ്റല്ലേ അത്? ആരെന്ത് വേണമെങ്കിലും വിചാരിച്ചോ. ഞാൻ ഇന്ന് ഇവിടെയാ കിടക്കുന്നത്. ഈ റൂമിൽ ആ ബെഡിലാ ഞാൻ ഉറങ്ങുന്നത് എന്നവൻ തീർത്തു പറയേ സുഭാഷ് വീണ്ടും അവന്റെ കർണത്തിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. അടി കിട്ടിയ സുധീഷും ദേഷ്യത്തോടെ സുഭാഷേട്ടന് നേരെ കൈയോങ്ങുമ്പോഴേക്കും സുധീഷേട്ടാ എന്ന് ദേഷ്യത്തോടെ ഹരീഷും വിളിക്കുന്നുണ്ട്. കൈ ഓങ്ങി നിൽക്കുന്ന സുധീഷ് ഹരീഷിനെ നേരെ നോക്കുമ്പോഴേക്കും കൈ എടുക്കടാ എന്ന് ഹരീഷും അലറുകയാ. എടുക്കടാ കൈ എന്ന് ഹരീഷ് വീണ്ടും അലറുമ്പോഴേക്കും സുധീഷ് ഒരു പതർച്ചയോടെ കൈ താഴ്ത്തുകയാ. പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിയാക്കുന്നതാ നല്ലതെന്ന് പറഞ്ഞ് അച്ഛനും അവിടുന്ന് മാറിപ്പോകുന്നുണ്ട്. ഹരീഷ് അവനെ പിടിച്ചുകൊണ്ട് പോവാൻ നോക്കുമ്പോഴേക്കും ആ ബെഡിലാണ് ഞാൻ ഇന്നുറങ്ങുന്നത് എന്ന് പറഞ്ഞ് നിൽപ്പാ സുധീഷും. അത് കാര്യമാക്കാതെ അവനെ പിടിച്ചു വലിച്ചുകൊണ്ട് ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോവുകയാ ഹരീഷ്. തളത്തിലെത്തുമ്പോഴേക്കും സുധീഷ് ഹരീഷിനെ വെടിവെച്ച് ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാടാ പിടിച്ചോണ്ട് വന്നത്? ഞാൻ എങ്ങോട്ടും വരില്ല. ഞാൻ ആ റൂമിൽ നിധിയുടെ കൂടെയാ കിടക്കുന്നത്. ഞാൻ അവളുടെ ഭർത്താവാ. അവൾ എന്റെ ഭാര്യയും. അവൾക്കതറിയില്ലേ? നിങ്ങൾക്ക് ആർക്കും അതറിയില്ലേ എന്ന് സുധീഷ് ചോദിക്കെ, കുടിച്ചിട്ട് വന്ന് ഓരോന്ന് വിളിച്ചു പറയുന്നു എന്ന് ചോദിച്ച് ഹരീഷ് സുധീഷിനെ പിടിച്ചു വലിച്ചുകൊണ്ട് ഒരു റൂമിലേക്ക് പോവുകയാ. തളത്തിലെ കസേരയിൽ ഇരുന്ന് സങ്കടത്തോടെ പൊട്ടിക്കരയുകയാ നിധിയും. റൂമിലെത്തുമ്പോഴേക്കും വിടടാ എന്ന് പറഞ്ഞ് സുധീഷ് ഹരീഷിന്റെ കൈ തട്ടി മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വല്ല ബോധവുമുണ്ടോ? നിങ്ങൾ എന്താ ചെയ്തതെന്ന് അറിയാമോ എന്ന് ഹരീഷ് ചോദിക്കേ, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അവൾ എന്റെ ഭാര്യയല്ലേ. ഭാര്യയുടെ കൂടെ ഭർത്താവ് കിടക്കുന്നത് ഈ ലോകത്ത് തെറ്റായ കാര്യമാണോ എന്നൊക്കെ സുധീഷ് ചോദിക്കേ, എടോ വൃത്തികെട്ടവനെ ഒന്നും മിണ്ടാതിരിക്കടോ എന്ന് ഹരീഷും പറയുന്നുണ്ട്. ആരാടാ വൃത്തികെട്ടവൻ? അവള് സപ്പോർട്ട് ചെയ്യുന്നോ? എന്നെ കുറിച്ച് വല്ല ചിന്തയുമുണ്ടോ നിങ്ങൾക്ക്? മാറി നിൽക്ക്, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് നടന്നു നീങ്ങുമ്പോഴേക്കും ഹരീഷ് അവനെ പിടിച്ചു വെക്കുകയാ. വിടടാ എന്ന് പറഞ്ഞ് സുധീഷും കുതറിത്തെറിക്കുന്നുണ്ടെങ്കിലും ഹരീഷ് അവന്റെ കാരണത്തൊന്ന് പൊട്ടിച്ച് കാട്ടിലേക്ക് തള്ളിയിടുകയാ. കിടക്കടോ അവിടെ, എഴുന്നേറ്റാ കൊല്ലും ഞാൻ എന്നൊക്കെ ഹരീഷ് അലറേ. എന്താടാ ഹരീഷേ, അവൾ എന്റെ ഭാര്യയല്ലേ. എനിക്കവളെ അത്രയ്ക്ക് ഇഷ്ടാടാന്ന് സുധീഷും വിളിച്ചു പറയുന്നുണ്ട്. സങ്കടത്തോടെയും പരിഭ്രമത്തോടെയും കസേരയിലിരുന്ന് പൊട്ടിക്കരയുന്ന നിധിയെ നോക്കി ആകെ ടെൻഷനോടെ നിൽപ്പാ സുഭാഷും നികേഷുമെല്ലാം. സുഭാഷ് നിധിയുടെ അരികിലേക്ക് ചെന്ന്, കരയല്ലേ മോളെ നിധി, സോറി മോളെ എന്നൊക്കെ പറയേ നല്ല ഉറക്കത്തിലായിരുന്നു സുഭാഷേട്ടാ. ഇത് നമ്മുടെ വീടല്ലേ, ഒരു പേടിയുമില്ലാതെ ഡോറൊന്നും ലോക്ക് ചെയ്യാതെ കിടന്നത്. സുധീഷ് കുടിച്ചിട്ട് വന്ന് എന്റെ ബെഡിൽ കയറി കിടന്നു. പോവാൻ പറഞ്ഞിട്ടും പോവാതെ ഡോർ ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞവൾ പൊട്ടിക്കരയെ, സുധീഷ് ഇങ്ങനെ ചെയ്യുമെന്ന് സത്യമായിട്ടും ഞാൻ വിചാരിച്ചില്ല. ക്ഷമിക്കും മോളെ, സോറി എന്ന് പറഞ്ഞ് സുഭാഷേട്ടനും കൈകൂപ്പുന്നുണ്ട്. സങ്കടത്തോടെ പരവേശത്തോടെ പൊട്ടിക്കരയുന്ന നിധിയെ കണ്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സുഭാഷ് അകത്തേക്ക് പോയി കുറച്ച് വെള്ളമെടുത്ത് നിധിക്ക് കുടിക്കാൻ കൊടുക്കുകയാ. അവൾ അത് വാങ്ങി വെപ്രാളത്തോടെ കുടിച്ചു തീർക്കുമ്പോഴേക്കും, നിധി ക്ഷമിക്കും മോളെ, ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ലായിരുന്നു. വെരി സോറി മോളെ. ഇനി അവൻ മോളെ ഒന്നും ചെയ്യില്ല, ഞാൻ നോക്കിക്കോളാം. നീ ഡോർ അടച്ച് ലോക്ക് ചെയ്തിട്ട് ധൈര്യമായിട്ട് ഉറങ്ങിക്കോ. ഏട്ടനായ ഞാൻ ഇവിടെയില്ലേ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞവളെ റൂമിനകത്തേക്ക് കയറ്റി ഡോർ ലോക്ക് ചെയ്യുകയാ. നിധിയും വെപ്രാളത്തോടെ റൂമിനകത്തേക്ക് കയറി പെട്ടെന്ന് തന്നെ ഡോറെല്ലാം നന്നായി ലോക്ക് ചെയ്ത് സങ്കടത്തോടെ കട്ടിലിൽ വന്നിരുന്ന് നടന്ന കാര്യങ്ങളോർത്ത് പൊട്ടിക്കരയുകയാ. പിന്നീട് സുഭാഷ് സുധീഷിന്റെ റൂമിലെത്തുമ്പോഴേക്കും അവൻ അവിടെ കട്ടിലിൽ കിടന്ന് ഓരോന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. അരികെ തന്നെ ഹരീഷും ഇരിപ്പുണ്ട്. അവൾ എന്റെ ഭാര്യയാടാ, എന്താ എന്നോടിങ്ങനെ ചെയ്യുന്നേ, എന്നെ വിടടാ എന്നൊക്കെ സുധീഷ് ഓരോന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് കിടപ്പാ. നന്നായി കുടിച്ചിട്ടുണ്ട് സുഭാഷേട്ടാ എന്ന് ഹരീഷ് പറയേ സുഭാഷും അവന്റെ അരികിലേക്ക് ചെല്ലുകയാ. അവനെ കണ്ട് സുധീഷും എഴുന്നേറ്റ്, സുഭാഷേട്ടൻ വന്നോ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക് സുഭാഷേട്ടാ. എന്താടാ ഹരീഷ് അവളിങ്ങനെ? ഇപ്പൊ വെറുതെ എന്തിനാ ഒരു സീനെല്ലാം ക്രിയേറ്റ് ചെയ്തത്? ഞാൻ അവളുടെ ഭർത്താവണെന്ന കാര്യം അവൾ മറക്കുകയാ, അത് ഓർമ്മപ്പെടുത്തണ്ടേ എന്നൊക്കെ സുധീഷേട്ടൻ പറയുന്ന കേട്ട് നല്ലപോലെ കുടിച്ചിട്ട് എന്തൊക്കെയോ വിളിച്ചു പറയുകയാ എന്ന് ഹരീഷും സുഭാഷേട്ടനോടായി പറയുന്നുണ്ട്. ആരാടാ കുടിച്ചിട്ട് വന്നത് എന്ന് ചോദിച്ച് സുധീഷും ദേഷ്യപ്പെടുന്നുണ്ട്. മിണ്ടാതിരിക്കടോ എന്ന് ഹരീഷ് പറയേ, ഞാൻ എന്തിനു മിണ്ടാതിരിക്കണം? നിയമപ്രകാരം അവൾ എന്റെ ഭാര്യയാ. നിങ്ങൾക്ക് രണ്ടുപേർക്കും അതറിയില്ലേ, പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ വന്ന് ചോദ്യം ചെയ്യുന്നത്? പുറത്തിറങ്ങി പോയെന്ന് സുധീഷ് പറയേ, വാ മൂടി വെക്കടോ എന്ന് ഹരീഷും. ഞാൻ എന്തിനു വാ മൂടി വെക്കണമെന്ന് ചോദിച്ച് സുധീഷും എഴുന്നേറ്റ് അടിപിടി ഉണ്ടാക്കുന്നുണ്ട്. അവനെ പുറത്തു പോവാൻ സമ്മതിക്കാതെ ഒരു വിധത്തിൽ പിടിച്ചമർത്തുകയാ സുഭാഷും ഹരീഷും. അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാ, അവൾ അത് മനസ്സിലാക്കുന്നില്ലെന്ന് സുധീഷും കാട്ടിൽ കിടന്ന് വിളിച്ചു പറയുകയാ.